കഴിഞ്ഞ ദിവസം നമ്മുടെ ലോകമെമ്പാടും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു UAP ഫുട്ടേജിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂസ് നേഷൻ പുറത്തുവിട്ട ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു UAPയുടെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എഗ് ഷേപ്പിലത്തെ ഒരു UFO ആണ് ശരിക്കും ആ സംഭവങ്ങളിലൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ജെയ്ക് ബാബർ എന്ന് പറഞ്ഞ ഒരാൾ ഇതേപോലത്തെ UFOനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെന്നും അതിനിങ്ങനെ റിട്രീവ് ചെയ്തിട്ടുണ്ടെന്നും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ പുറത്തുവിട്ട വീഡിയോ അത് ശരിക്കും റിയൽ ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉള്ളത്. ഇത് പുതുമയുള്ള ഒരു കാര്യങ്ങളൊന്നല്ല. എന്തെങ്കിലും ഒരു UAP സൈറ്റിങ്ങോ UAP ഫുട്ടേജോ ഒക്കെ നമ്മൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലിപ്പ് സൈഡായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു UAP സൈറ്റ് നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് UAP അല്ല, ഇത് സ്റ്റാർഷിപ്പിന്റെ റോക്കറ്റ് ആണ്, സാറ്റലൈറ്റ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നേരത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലത്തെ തന്നെ ഒരു ഫുട്ടേജ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയ്ക് ബാർബർ പറയുന്നതനുസരിച്ച് അദ്ദേഹം പൈലറ്റ് ചെയ്തിരുന്ന ആ ഹെലികോപ്റ്ററിന്റെ അടിയിൽ ഒരു കയർ, ഒരു കോഡ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 150 to 200 ഫീറ്റ് ആണ്. ഓക്കെ, ആ ഒരു ലെങ്ത്തിന്റെ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് എഫക്റ്റീവ്ലി ജെയ്ക് ബാബറും ഈ പറയുന്ന UAPയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 200 അടിയോളമാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ ഈ കാണുന്ന വീഡിയോ ഈ പറയുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫുട്ടേജ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഒരു കോഡിന്റെ അറ്റത്താണ് ഈ ഒരു എഗ് ഷേപ്പിലത്തെ സാധനം ഇങ്ങനെ ഒരു UAP ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ UAP ഗ്രൗണ്ടിൽ മുട്ടുമ്പോൾ ഇതിന്റെ വെയിറ്റ് കാരണോ എന്തോ കൊണ്ടോ ഇതിന്റെ സൈഡിലേക്ക് പയ്യെ റോള് ചെയ്യുന്ന ഒരു ഫുട്ടേജ് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇതിന്റെ ഷാഡോ അടക്കം നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അതായത് നിങ്ങളിപ്പോ കാണുന്ന പോലെ തന്നെ ഈ UAP സൈഡിലേക്ക് ഇങ്ങനെ റോള് ചെയ്യുന്ന പോലത്തെ ഒരു ഫുട്ടേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന UAPന് ചുറ്റും ഒരു ബാൻഡ് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു എഗ് ഷേപ്പുള്ള UAP അല്ലേ ഇത്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു ബാൻഡ് പോലത്തെ ഒരു സംഭവം നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബാൻഡ് ശരിക്കും ഈ ഒരു കോഡിനേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 4 ചെറിയ സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മുടെ ലോകത്തുള്ള ഒട്ടുമിക്കവർക്കും ഈ വീഡിയോ ക്രിയേറ്റഡ് ആണ്, അതായത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയാനുള്ളതിന്റെ മെയിൻ ഡൗട്ട് എന്താ വെച്ചാൽ ഈ കോഡിന്റെ ലെങ്ത് തന്നെയാണ്. അതായത് ഇത്ര മാത്രമാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോയുടെ അവസാനം, അതായത് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഡിന്റെ എക്സാക്ട് ലെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള ലെങ്ത് ആണ് ഒരുപാട് ആൾക്കാർ ആദ്യം തന്നെ നോട്ട് ചെയ്യുന്നത്. അത് മാത്രമാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഈ കോഡിന്റെ യഥാർത്ഥ ലെങ്ത് അറിയണമെങ്കിൽ ഇത് ഹെലികോപ്റ്ററിന്റെ ഒരു അറ്റമാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ വരെയാണ് ഒട്ടുമിക്കവരും കാണുന്നത്. അതിനുശേഷം ഈ ലെങ്ത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് ഈ മോള് വരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് പിക്സലേറ്റഡ് ആണ്, കാരണം ഇത് റെസൊല്യൂഷൻ കുറഞ്ഞൊരു വീഡിയോ ആണ്. എന്നാലും നമുക്ക് ഈ ഒരു കോഡിന്റെ ലെങ്ത് ഏകദേശം ഈ ഒരു വിഷ്വലിൽ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ജെയ്ക് ബാബർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു അറ്റം വരെ, അതായത് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ, ഈ ഒരു അറ്റം വരെ മിനിമം ഒരു 200 ഫീറ്റ് എങ്കിലും കാണുന്നതാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. അത് ഇത്രയും വലിയ ഡിസ്പ്ലേയിലൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് ഏകദേശം കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ലെങ്ത് ആണ് ഒരുപാട് ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ കോഡിന്റെ ടോട്ടൽ ലെങ്ത് ഇത്രേ ഉള്ളൂ എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ വീഡിയോയുടെ അവസാനം നോക്കുകയാണെങ്കിൽ ഈ കോഡിന്റെ യഥാർത്ഥ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കി നോക്കാം. ഇതാണ് ശരിക്കും ആ ഒരു കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഈ ഒരു ഷേപ്പ്, ഈ ഒരു എഗ് ഷേപ്പുള്ള ഒരു സംഭവം ഒരു ഹീലിയം, അതായത് ഈ പറയുന്ന ഒരു വെതർ ബലൂൺ ആയിക്കൂടെ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. വെതർ ബലൂൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വലിയൊരു ബലൂൺ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു ബലൂൺ ഇല്ലേ, അതേപോലത്തെ ഇൻഫ്ലേറ്റ് ചെയ്യുന്ന വലിയൊരു ബലൂണാണ്. ഇതിന്റെ അകത്ത് നിറച്ചിരിക്കുന്നത് അത്യാവശ്യം ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാനാണ് നോക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇതിന്റെ അകത്ത് ഇപ്പോൾ ഒരു ഹെവിയർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ഒരു റോളിംഗ് എഫക്ട്, അതായത് ഒരു വെയിറ്റ് ഉള്ള എന്തോ ഒരു സംഭവം താഴ്ത്തുനിന്ന് മുട്ടുമ്പോൾ അതിങ്ങനെ റോൾ ചെയ്യുന്ന ഒരു എഫക്ട് ഒരിക്കലും ആ ഒരു എയർ നിറച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന വെതർ ബലൂൺസിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിന്റെ ഒരു കോഡിന്റെ ലെങ്ത് ഇത് ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ഇവിടെ നിന്ന് പോയിട്ട് ഇത്രയും ദൂരമൊക്കെ നമുക്ക് ഏകദേശം ഓക്കെയാണ്. പക്ഷെ ഇവിടെ നിന്ന് ശരിക്കും ഇനിയും ദൂരം ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 200 അടിയോളം നീളം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കോഡ് വളരെ തിന്നായി ചുരുങ്ങി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ക്യാമറ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഒട്ടുമിക്ക സർക്കംസ്റ്റാൻസസിലും ഈ പറയുന്ന സർവിലൻസ് ക്യാമറയൊക്കെ അത്യാവശ്യം വൈഡ് ആംഗിളിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ലെൻസിന്റെ എഫക്റ്റും ഇവിടെ എഫക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പറയുന്ന ഒരു കോഡ് ശരിക്കും പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ അടിയിലല്ല വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ അടിയിൽ ഈ പറയുന്ന പോലെ ടെർബുലന്റ് ആയിട്ടുള്ള ഒരു വിൻഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അറിയാലോ, ഹെലികോപ്റ്ററിന്റെ അടിയിൽ ഒരു മുകളിൽ ഒരു ഫാൻ ഉണ്ട്. അപ്പോൾ ഈ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് അടിയിലേക്ക് പോകും തോറും ആ കാറ്റ് നേരെ ലാമിനാർ ഫ്ലോ പോലെ അല്ല പോകുന്നത്, താഴത്തേക്ക് പോകും തോറും ഈ കാറ്റ്, അതായത് ഈ കാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണല്ലോ, ഈ കാറ്റ് ഇങ്ങനെ ടെർബുലന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഈ ടെർബുലന്റ് ആയിട്ട് പോകുന്നതിന് ഒരു ലെങ്ത് ഉണ്ട്. അതിപ്പോ ഹെലികോപ്റ്ററിന്റെ ആ ഒരു മോഡലും അതിന്റെ ഒരു പ്രൊപ്പൽഷൻ സ്പീഡ്, ആ ഒരു ത്രസ്റ്റിന്റെ വിൻഡ് സ്പീഡൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഫാൻ ബ്ലേഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിൻഡ് ഒരു കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു 50-60 ഫീറ്റ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിൻഡ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ് നിങ്ങൾ വിചാരിക്കുക. അതായത് ഈ പറയുന്ന പോലെ ക്രോസ് വിൻഡ്സ് ഇല്ല, ഒരു കാമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എയറിലുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും ഭാഗം വളരെ കോൺസ്റ്റന്റ് ആയിട്ട് അനങ്ങാണ്ട് തന്നെ ആ വീഡിയോ മൊത്തത്തിൽ നമുക്ക് നിൽക്കുന്ന പോലെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോ ഈ കാണുന്ന പോലെ തന്നെ ഈ കോഡ്, അതായത് ദൂരെയുള്ള കോഡ് ഈ പറയുന്ന പോലെ ഇങ്ങനെ വിഗിൾ ചെയ്യുന്നതും ഇങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ആടി കളിക്കുന്ന ഒരു വിഷ്വലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ എടുത്തത് എവിടെ നിന്നാണ്, അതായത് ഇപ്പൊ ഒരു ഹെലികോപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഈ ഹെലികോപ്റ്റർ പറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചേഞ്ചസ്, ഇത്തരത്തിലുള്ള ടെർബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇതിൽ തന്നെ അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഈ കാണുന്ന ഒരു ഫുട്ടേജ് ശരിക്കും റിയൽ ആവാനാണ് സാധ്യത. അതാണ് എന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മൂണിൽ ആരും പോയിട്ടൊന്നുമില്ലല്ലോ, ഇവർ പറയുന്ന കാര്യങ്ങളല്ലേ മൂണിൽ അവിടെ പോയി ലാൻഡ് ചെയ്തെന്നുള്ളത്, എന്താണ് തെളിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉത്തരം തരാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് സാറ്റലൈറ്റുകൾ മൂൺ ലാൻഡിങ്ങിന്റെ ആ ഒരു സ്പോട്ടിലേക്ക് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓർബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർബിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു ഏരിയൽ വ്യൂ തന്നെ ഇത്തരത്തിലുള്ള മൂൺ ലാൻഡിങ്ങിന്റെ ആ ഒരു ഡെബ്രീസ് കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂൺ ലാൻഡിങ് ശരിക്കും 100% റിയൽ ആണെന്നുള്ള കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സാറ്റലൈറ്റുകളെല്ലാം നാസ തന്നെയാണ് വിട്ടത്. അതുകൊണ്ട് ഇവർ കള്ളം പറയുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരം പറയാനില്ല. പക്ഷെ ഇതേപോലെ മൂൺ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ജാക്സ വിട്ടായിരുന്നു, അതായത് ജപ്പാനിന് സ്പേസ് ഏജൻസി വിട്ടായിരുന്നു. അപ്പൊ അവരും വളരെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഡബിൾ കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ലോകത്ത് ഈ പറയുന്ന ഗവൺമെന്റ് പരമായിട്ടുള്ളതും ഇത്തരത്തിലുള്ള UAP UFO ഫുട്ടേജസും കാര്യങ്ങളൊക്കെ ശരിക്കും കവറപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ലോകത്ത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഉള്ളത്. ഇതിപ്പോ ഒരു യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള സംഭവത്തിനൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജും ചെയ്തു, അതായത് ചേട്ടാ ഇപ്പോൾ ഇന്നലെ ചെയ്ത ഒരു വീഡിയോ അത് കറക്റ്റ് ആണോ, ഇതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാമോ എന്ന്. എനിക്കത് തോന്നില്ല. കാരണം ഒരാൾ ട്വിറ്ററിനകത്ത് ഒരുപാട് പോസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. അതായത് ഒരു മുട്ടേനെ ഈ വീഡിയോ വളരെ ഈസിലി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ട എടുത്തിട്ട് ഒരു പറയുന്ന പോലെ ഒരു റിബൺ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കയർ എന്തെങ്കിലും ഒരു ട്വൈൻ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുത്തിട്ട് ഈ ഒരു കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഷോട്ട് ഇട്ട് ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഒരു കാർപ്പറ്റ് എന്തെങ്കിലും വെച്ചാൽ മതി. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഷോട്ട് ഇട്ട് ഇപ്പൊ ഈ ഒരു ലൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ഒരു ലൈറ്റും വെച്ചാൽ മതി. പെർഫെക്റ്റ്ലി ഈ ഒരു ഷോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ സൗണ്ട് എഫക്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫിലിം ഗ്രെയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷോട്ട് നമുക്ക് പെർഫെക്റ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോട്ട് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സംഭവം കൂടി നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതും അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ മൂൺ ലാൻഡിങ്ങിന്റെ കേസ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള റിസർച്ച്, അതായത് റോക്കറ്റിന്റെയും ത്രസ്റ്റേഴ്സിന്റെയും അതിന്റെ മിഷൻ കൺട്രോൾ എല്ലാത്തിന്റെയും റിസർച്ചും കാര്യങ്ങളൊക്കെ ഹാർഡ് കോപ്പി ആയിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് നീൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞൊരു വാക്കാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഫേക്ക് ചെയ്യണേലും എളുപ്പമാണ് ശരിക്കും അവിടെ മൂണിൽ പോയി ലാൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ളത്. കാരണം അത്രയ്ക്ക് ഡേറ്റയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരുപാട് സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ അവരിങ്ങനെ കണ്ടു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് പോലെ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടു തോന്നുന്നത്, നിങ്ങളുടെ ഒരു അനാലിസിസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു കമന്റ് സെക്ഷനിൽ അറിയിക്കാം. അതുമാത്രമല്ല ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ആക്റ്റീവ് ആവാറില്ല. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ അതാണ് ഇതാണ് ഇത് ശരിക്കും തെറ്റാണോ ശരിയാണോ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ശരിക്കും ഉള്ളത്. പക്ഷെ ഈ ഒരു വിസിൽ ബ്ലോവർ, അതായത് ജെയ്ക്ക് ബാബർ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ
മോസ്റ്റ് പ്രോബബ്ലി ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു UAP ഫുട്ടേജ് ആയിരിക്കും നമ്മുടെ കൺമുന്നിലൂടെ നിങ്ങളിപ്പോൾ ഈ ക്യാമറയിലൂടെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ ഒരു ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോൾ UAP എന്നുള്ള സംഭവത്തിന്റെ ശരിക്കുള്ള റിയാലിറ്റി മിക്കവാറും നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.